നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. ഇതാണ് ഗൈസ് ഞങ്ങൾ ആ പറഞ്ഞ സ്ഥലം. ഈ ആൾക്കൂട്ടം കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ അജിത്തിൻ്റെയോ വിജയുടെയോ സിനിമയ്ക്ക് വന്നതല്ല. ഇതാണ് ദിണ്ടിഗൽ റോക്ക് ഫോർട്ടിന് മുകളിലുള്ള കാഴ്ചകൾ. എന്താ രസം! അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ബിരിയാണി അവൈലബിൾ ആണ്. കാഴ്ചകൾ കണ്ടത് മതി ഗൈസ്, ബാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇങ്ങനെ രാവിലെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷേ അവരെ നേരത്തെ കടയടച്ചു പോയി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ താമസിച്ച കാരണം കടയടച്ചു. അങ്ങനെ മറ്റൊരു കട അന്വേഷിച്ച് ഞങ്ങൾ നേരെ നോർത്ത് ടവറിലുള്ള മുരുകൻ ഇഡലിയിൽ വന്നിരിക്കുകയാണ്. ഇഡലി വന്നു, ചട്നി വന്നു, സാമ്പാർ വന്നു, വട വന്നു. എന്താ രസം! പിന്നെ നല്ല അടിച്ച ഫിൽറ്റർ കോഫി വന്നു. ഞാനൊരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. മധുരൈ വന്നാൽ എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഈ കട തിരഞ്ഞെടുക്കാം. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ടവറിന്റെ സൈഡിൽ കുറച്ച് മുമ്പിലോട്ട് വരുമ്പോഴാണ് ഈ കട വരുന്നത്. കടയിലെ ഇഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പൂപോലത്തെ ഇഡലി എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് കഴിച്ചാൽ മനസ്സിലാവും. ഇഡലി മാത്രമല്ല, പലതരത്തിലുള്ള ദോശകളും ഉണ്ട്. ആ ദോശകൾക്കൊക്കെ അതിൻ്റെതായ ടേസ്റ്റും ഉണ്ട്. തനതായ രീതിയിലുള്ള ഒരു സാധനം. എന്താണെങ്കിലും മധുരൈ വരുന്നവർ ഇവിടെ വന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്കും മികച്ച ഫുഡാണ്. പേഴ്സണലി മധുരൈ വന്നാൽ ഇവിടെ ട്രൈ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് സ്പോട്ടാണ് ഈ മുരുകൻ ഇഡലിക്കട എന്ന് പറയുന്നത്. അങ്ങനെ അടുത്ത എവിടെ പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഷെയർ ഓട്ടോ എടുത്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഓട്ടോയിൽ നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഷെയർ ഓട്ടോയിൽ കയറുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഷെയർ ഓട്ടോയിലെ യാത്ര. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 60 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. ആ കാണുന്നത് കൊടൈക്കനാൽ മലനിരകളാണെന്ന് ചോദിച്ചേട്ടൻ തള്ളുന്നുണ്ടായിരുന്നു. വെറുതെയാണ്, അതൊന്നും അല്ലെന്ന് നമുക്കറിയാലോ. ആരാണ് സൂറ്റേട്ടൻ എന്നല്ല ആലോചിക്കുന്നത്? ഈ കാണുന്ന ആളാണ് സൂറ്റേട്ടൻ. ഇത്രയും നേരം നമ്മുടെ ക്യാമറ പിടിച്ചിരുന്നത് സൂറ്റേട്ടനാണ്. ഇതാണ് ഗൈസ് ഞങ്ങൾ ആ പറഞ്ഞ സ്ഥലം. ഈ ആൾക്കൂട്ടം കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ അജിത്തിൻ്റെയോ വിജയുടെയോ സിനിമയ്ക്ക് വന്നതല്ല. നമ്മളൊരു സാധനം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ബിരിയാണി കഴിക്കണമെന്ന ആഗ്രഹത്തോടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ദിണ്ടിഗലിലാണ്. ഈ ആൾക്കൂട്ടം കണ്ട് ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പേര് വിളിച്ചിരിക്കുകയാണ്. നമ്മൾ അകത്ത് കയറിയപ്പോഴോ പുറത്തെ പോലെ തന്നെ തിരക്കകത്തു. 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ദിണ്ടിഗൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ്. സീറ്റ് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളങ്ങനെ ഓർഡർ ചെയ്തു. ആദ്യം മട്ടൺ ബോൾസ് ആണ് വന്നത്. നമ്മളിവിടുന്ന് കഴിക്കുന്നത് മട്ടൺ ബിരിയാണിയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ബിരിയാണി അവൈലബിൾ ആണ്. നമ്മൾ ഓർഡർ ചെയ്തത് ക്വാർട്ടർ മട്ടൺ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ 65ഉം. ഇതാണ് ഗൈസ് ദിണ്ടിഗലിലെ വേണു ബിരിയാണി സെൻറ്റർ. ഞങ്ങളിപ്പോൾ മധുരയിൽ നിന്ന് ഏകദേശം 60 രൂപ മുടക്കിയിട്ട് ദിണ്ടിഗലിൽ എത്തിയിരിക്കുകയാണ് വേലു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദിണ്ടിഗൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഫേമസ് ആണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബുക്കിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എ ക്ലാസ് തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കൂലേ, ആ ഒരു പ്രതിനിധിയായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. ഏകദേശം 3/4 മണിക്കൂറോളം അവിടെ നിന്ന് നമ്മുടെ പേര് എഴുതി കൊടുക്കണം. ആദ്യം പേര് എഴുതി കൊടുത്ത് 3/4 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ 7 പേർക്കുള്ള സീറ്റ് അവിടെ കിട്ടിയത്. അപ്പം ഈ ബിരിയാണി കഴിക്കാൻ പല നാട്ടിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചു നോക്കി, പക്ക ടേസ്റ്റ് വൈസ് പക്കയാണ്. റേറ്റ് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ കഴിച്ചിട്ട് പറയാനായിരിക്കും നല്ലത്. പക്ഷേ ബിരിയാണിയുടെ ടേസ്റ്റ് പക്കയാണ്. ടേസ്റ്റിനുപരി ഇവിടെ വന്നുള്ള ആ നിപ്പാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വിജയുടെ ഒക്കെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണിത്. ഏതായാലും നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടത്തം തുടങ്ങി ഗൈസ്. അങ്ങനെ നടന്നു ചെന്നപ്പോൾ ഞങ്ങൾ വലിയൊരു പാറ കണ്ടു. ആ പാറ എന്താണെന്ന് അന്വേഷിച്ച് അതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ദിണ്ടിഗൽ ഫോർട്ടാണ്. നമ്മൾ ദിണ്ടിഗൽ ബിരിയാണി കഴിക്കാൻ വന്നപ്പോൾ ഇവിടെ അപ്രതീക്ഷിതമായി കണ്ട ഒരു ഫോർട്ടാണ് ഇത്. ദിണ്ടിഗൽ റോക്ക് ഫോർട്ട് എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഒന്ന് കയറി നോക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഇവിടെ ബിരിയാണി കഴിക്കാൻ വന്നപ്പോൾ കണ്ണിപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് കയറി നോക്കാന്നുള്ളത് നമ്മുടെ കൂടെയുള്ളവർ പറഞ്ഞു. നമുക്കൊന്ന് കയറി നോക്കിയിട്ട് അങ്ങനെ കയറാൻ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് സക്കീർ പടമായി. ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണമാണോ അതോ സ്റ്റാമിന ഇല്ലാത്തതാണോ എന്താണെന്നറിയില്ല, സക്കീർ പടമായി. പിന്നെ അവനെയും പിടിച്ചുകൊണ്ട് അഭിഷേക് കയറാൻ തുടങ്ങി. അങ്ങനെ അവനെ മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ മല കയറി വരികയാണ് ഗൈസ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞങ്ങൾ ഈ കടന്നു വരുന്നത് വാതിലിൽ കൂടെ ആണ്. പക്ഷേ അല്ല ഗൈസ്, ഇത് ഈ ഫോർട്ടിലെ ഗാർഡിന് നിൽക്കാനുള്ള ഗാർഡ് പോസ്റ്റിലൂടെയാണ് ഞങ്ങൾ കടന്നു വരുന്നത്. ഞങ്ങൾ 6 പേരും ഈ ഗാർഡ് പോസ്റ്റിൽ നിൽക്കുകയുണ്ടായി. അപ്പോൾ അത്രയ്ക്ക് സ്പേസ് ഉള്ളൊരു സംഭവമാണ് ഈ ഗാർഡ് പോസ്റ്റ്. ഈ ഫോർട്ടിന്റെ ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ 1605 അന്നത്തെ മധുരൈ നായ്ക്കർ വംശത്തിലെ രാജാവായിരുന്ന കൃഷ്ണപ്പ നായ്ക്കരുടെ നേതൃത്വത്തിലാണ് ഈ ഫോർട്ട് പണിതത്. ചേര രാജ്യവും ചോള രാജ്യവും ഒക്കെ അടങ്ങുന്ന ആ ഒരു ചരിത്രത്തിന്റെ അവശേഷിപ്പാണ് ഈ ഫോർട്ട്.
18-ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജവംശത്തിന്റെ കീഴിൽ വന്നിട്ടുള്ള ഈ ഫോർട്ടിന്റെ അധികാരം ടിപ്പു സുൽത്താനും ഹൈദരലിയുമായിരുന്നു നിർവഹിച്ചിരുന്നത്. 1799-ൽ ഈ ഫോർട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വരികയും തുടർന്ന് ഇപ്പോൾ ഇത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. ഒരുപാട് സിനിമകൾ ഈ ഫോർട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കമ്മാര സംഭവം, അതുപോലെ തന്നെ ജയ് സുൽത്താൻ എന്ന് പറയുന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഫോർട്ടിൽ വെച്ചിട്ടാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഡിണ്ടിഗൽ ടൗൺ നമുക്ക് മുഴുവനായിട്ട് കാണാൻ സാധിക്കും. നല്ലൊരു വ്യൂ തന്നെയാണത്. അഭിഷേക് ഇവിടെ വന്നപ്പോൾ തൊട്ടേ മൂടാണ്. കാറ്റടിച്ചിട്ടാന്ന് തോന്നുന്നു. റീൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട്. ഓൾറെഡി കയറ്റം കയറി അണച്ചു കുത്തി വന്ന സക്കീർ റീൽ എടുക്കുന്നത് കണ്ടപ്പോൾ എവിടുന്നാന്നറിയത്തില്ല ഓടി വന്ന് ഞങ്ങളുടെ കൂടെ വീണ്ടും ഓടി. ആ കിടപ്പിൽ തന്നെ ഞങ്ങൾ ആകാശത്തോട്ട് നോക്കി കുറെ കഥ പറഞ്ഞു ഗൈസ്. ഇതാണ് ഡിണ്ടിഗൽ റോക്ക് ഫോർട്ടിന് മുകളിലുള്ള കാഴ്ചകൾ. ഇവിടെ വന്ന് നോക്കിയാലേ ഇതിന്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഡിണ്ടിഗൽ വരുവാണെങ്കിൽ എന്താണെങ്കിലും ഇവിടെ വരണം. ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ട് നേരെ വരുവാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം കാണാം. ഇതിന്റെ മുകളിലൊന്ന് കയറണം. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിവിടെ വന്നാലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ട്രെയിൻ അതുവഴി പോകുന്നുണ്ട്. ഡിണ്ടിഗൽ വരുവാണെങ്കിൽ എന്താണെങ്കിലും റോക്ക് ഫോർട്ടിൽ വരിക. 25 രൂപ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വന്ന് നല്ല രീതിയിൽ ചില്ല് ചെയ്യാനും വൈബ് ചെയ്യാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. എന്താണെങ്കിലും ഡിണ്ടിഗൽ വരുവാണെങ്കിൽ ഈ സ്പോട്ടിലേക്ക് വരിക. അങ്ങനെ ഡിണ്ടിഗലിൽ നിന്ന് നമ്മൾ മധുരയിലേക്ക് പോവുകയാണ്. രാത്രിയോടുകൂടി നമ്മുടെ ട്രെയിൻ മധുര ജംഗ്ഷനിൽ നിന്ന് എടുക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മധുരയിൽ എത്തിച്ചേരണം. നമ്മൾ ഏകദേശം രാത്രിയായപ്പോൾ മധുരയിൽ എത്തി. പക്ഷേ നമ്മുടെ ഫുഡ് ജേണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സക്കീർ നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ കട വരുന്നത്. എന്താ സാധനം എന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല. അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ സാധനം ഗൈസ്. ഇത് റോസ് മിൽക്കാണ്. ഇതിന് 10-20 രൂപ, 20-30 ആ റേഞ്ചിലാണ് വില വരുന്നത്. ഇതും മധുരയിൽ വന്നാൽ കുടിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. എന്തായാലും ജിഗർതണ്ട, ഈ റോസ് മിൽക്ക്, ഇതൊക്കെ ഇവിടെ വന്നാൽ കുടിച്ചു നോക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, മനുഷ്യന് 2 കൈയും 2 കാലും തന്നു, ഒരു വയറും കൂടെ തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ് മധുരയുടെ ഈ രുചികൾ ഗൈസ്. പുതിയ സ്ഥലങ്ങളും പുതിയ രുചികളും അനുഭവങ്ങളുമായി മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം. വണക്കം.